1990കളിൽ ബോളിവുഡിൽ തന്റെ സൗന്ദര്യത്താലും ധൈര്യത്താലും ശ്രദ്ധ നേടിയ ഒരു പ്രസിദ്ധ നടിയായിരുന്നു മമത കുൽക്കർണി. അവരെ സിനിമയിൽ ആദ്യമായി കണ്ടതിന് ശേഷം എല്ലാവരും അവരുടെ പേരറിയാനായിരുന്നു ആഗ്രഹിച്ചത്. മമത കുൽക്കർണി 1972 ഏപ്രിൽ മാസം 20-ന് ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ, മറാത്തി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായതിനാൽ വീട്ടിൽ ആരാധനയും ആത്മീയതയും എപ്പോഴും ഉണ്ടായിരുന്നു. മമതയുടെ സ്കൂൾ പഠനം സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിൽ നിന്നായിരുന്നു ആരംഭിച്ചത്. ആ സമയത്തൊന്നും മമതയ്ക്ക് അഭിനയം ചെയ്യാനുള്ള ഒരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ അമ്മയ്ക്കായിരുന്നു മമതയെ ഒരു സാധാരണ പെൺകുട്ടിയാക്കാൻ മനസ്സില്ലാതിരുന്നത്. അമ്മയുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ മകളിലൂടെ സഫലമാകട്ടെ എന്ന ആഗ്രഹമായിരുന്നു മമത കുൽക്കർണിയെ ബോളിവുഡിലേക്ക് എത്തിച്ചത്. അവളുടെ ജീവിത കഥ തന്നെ ഒരു സിനിമാ കഥ പോലെയായിരുന്നു. ബോളിവുഡിൽ വിജയിക്കാൻ അവൾക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു. യൗവനം, സൗന്ദര്യം, കുടുംബ പിന്തുണ, ധൈര്യം, ഗ്ലാമർ എല്ലാം. അങ്ങനെ മമത തന്റെ അമ്മയ്ക്കായി ബോളിവുഡിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. അവൾ പല ഓഡീഷനെല്ലാം പങ്കെടുത്തു. ആദ്യകാലത്ത് ചില റിജക്ഷൻസും നേരിട്ടു, സ്വാഭാവികം. മമതയുടെ ആദ്യ സിനിമ ഒരു തമിഴ് ചിത്രമായിരുന്നു, നൻപർകൾ. ആ ഒരു സിനിമ ഹിറ്റായതോടെ അവൾക്ക് തെക്കൻ പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു പേര് തന്നെ ലഭിച്ചു. പലരും മമതയുടെ പേര് ടാറ്റു ചെയ്യാൻ തുടങ്ങി. 1992-ൽ മമതയ്ക്ക് ബോളിവുഡിൽ അവസരം ലഭിച്ചു. ആ ഒരു സിനിമയായിരുന്നു തിരങ്ക. പക്ഷേ അവളെ പ്രശസ്തയാക്കിയത് അടുത്ത ചിത്രമായിരുന്നു. അത് ആഷിക് ആവാരയായിരുന്നു. ആ സിനിമയ്ക്കായിരുന്നു മമതയ്ക്ക് ഫിലിം ഫെയർ ലുക്സ് ന്യൂ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. എന്നാൽ മമത കുൽക്കർണിക്ക് യഥാർത്ഥ വിവാദ പ്രസിദ്ധി ലഭിച്ചത് 1993-ലായിരുന്നു. അവൾ ഒരു മാസികയ്ക്ക് വേണ്ടി ടോപ്ലെസ് ഫോട്ടോഷൂട്ട് ചെയ്തു. അതൊരു വലിയ ചർച്ചയായി മാറി. ആ ചിത്രങ്ങൾ മാസികയുടെ കവർ പേജിൽ വന്നതോടെ മമതയ്ക്കെതിരെ കേസ് പോലും ഫയൽ ചെയ്യപ്പെട്ടു. അവരുടെ ഈ ധൈര്യമായ തീരുമാനത്തിന് പ്രശംസയും വിമർശനവും ഒരുപോലെ തന്നെ ലഭിച്ചു. ആ സമയം മമതയ്ക്ക് 15,000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു. ചിന്തിച്ചു നോക്കുക, അന്നത്തെ കാലത്ത് 15,000 രൂപയായിരുന്നു പിഴയെങ്കിൽ ഇന്നത്തെ കാലത്ത് അതുപോലൊരു വിവാദം വന്നാൽ പിഴ കോടികൾ വരെ എത്തും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾ വരുമോ എന്നുള്ളതും ഒരു സംശയമാണ്. ആഷിക് ആവാര എന്ന ഹിറ്റും ടോപ്ലെസ് ഫോട്ടോഷൂട്ടിന്റെ വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ മമത കുൽക്കർണി ബോളിവുഡിൽ നല്ലൊരു പേര് തന്നെ നേടി. പിന്നീട് അവൾ വഖ്ത് ഹമാരാ ഹേ, ക്രാന്തിവീർ, കരൺ അർജുൻ, സബ്സെ ബഡാ ബിലാഡി, ഭാജി ഇതുപോലുള്ള ഹിറ്റ് സിനിമകളിൽ ലീഡ് നായികയായും പ്രണയിനിയുടെയും വേഷങ്ങൾ ചെയ്തു. അവളുടെ ആ സൗന്ദര്യം, ആകർഷണം, ബോൾഡ്നെസ് എല്ലാം കൂടി അവളെ 90കളിൽ ഒരു പ്രശസ്ത താരങ്ങളിൽ ഒരാളാക്കി തന്നെ മാറ്റി. അങ്ങനെ 1996-ൽ രാജ്കുമാർ സന്തോഷിയുടെ ഖട്ക് എന്ന സിനിമയുടെ ഒരു ഗാനം വഴി മമത ചെറിയൊരു ക്യാമിയോ റോളിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് പിന്നാലെ രാജ്കുമാർ സന്തോഷി അവളെ അടുത്ത ചിത്രമായ ചൈന ഗേറ്റിലെ നായികയാക്കാനും തീരുമാനിച്ചു. പക്ഷെ അതിനു മുൻപ് തന്നെ അവർ തമ്മിലുള്ള ഒരു ബന്ധം മോശമാകാൻ തുടങ്ങി. വാർത്തകൾ അനുസരിച്ച് അവരിൽ അഭിപ്രായ ഭിന്നതയും വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും ഉയർന്നു വന്നു. ഒടുവിൽ രാജ്കുമാർ സന്തോഷി മമതയെ ആ സിനിമയിൽ നിന്നും നീക്കി. അവളുടെ ആ സ്ഥാനം മറ്റൊരാൾക്ക് നൽകി. ഇതിന് മറ്റൊരു കാരണവും പറയുന്നുണ്ട്. അവരുടെ മാഫിയ കണക്ഷൻസ്, പ്രത്യേകിച്ച് ഛോട്ടാ രാജനുമായുള്ള ബന്ധം എന്നും പറയപ്പെടുന്നുണ്ട്. ചൈന ഗേറ്റ് സിനിമ ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. മമതയ്ക്കും അത് വൻ തിരിച്ചടിയായി തന്നെ മാറി. ആ വിവാദത്തിന് ശേഷം മമതയുടെ കരിയർ പെട്ടെന്ന് താഴോട്ട് പോയി. മൂവി ഓഫറുകൾ കുറയുകയും നിർമ്മാതാക്കൾ അവരെ കാസ്റ്റ് ചെയ്യുന്നതിൽ മടിക്കുകയും ചെയ്തു. അവൾക്ക് പിന്നാലെ വന്ന സിനിമകളൊന്നും ആ പഴയ വിജയം ആവർത്തിച്ചില്ല. തുടർന്ന് മമത ചില ബംഗാളി, മലയാളം റീജിയണൽ സിനിമകൾ അഭിനയിച്ചു. എന്നാൽ അവയും വലിയ ഹിറ്റൊന്നുമായില്ല. ബോളിവുഡിൽ അവസാനമായി ശ്രദ്ധ നേടിയത് 2001-ലെ ചുപ്പാ രുസ്തമായിരുന്നു. 2002-ൽ പുറത്തിറങ്ങിയ കഭി തും കഭി ഹം ആയിരുന്നു അവളുടെ അവസാന ബോളിവുഡ് ചിത്രം. അതിനുശേഷം അവർ ആ സിനിമാ ലോകം തന്നെ വിട്ടു. 90കളുടെ അവസാനം സിനിമാ അവസരങ്ങൾ കുറഞ്ഞ നിരവധി നടിമാരെ പോലെ മമത ദുബായിൽ ഡാൻസ് ഷോസ് നടത്താൻ തുടങ്ങി. അവിടെ അവളുടെ ജീവിതം വീണ്ടും മാറി. ദുബായിൽ വെച്ചാണ് മമത വിക്കി ഗോസ്വാമി എന്നയാളെ പരിചയപ്പെടുന്നത്. വിക്കിക്ക് അവിടെ ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബിസിനസ്സിന് പിന്നിലും വലിയൊരു ഡ്രഗ് ഡീലിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ മമതയും വിക്കിയും അടുത്തു. അവർ
ബോളിവുഡ് വിട്ട് ദുബായിലേക്ക് തന്നെ മാറി. വിക്കിയോടൊപ്പം തന്നെ താമസിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് അവൾ പൂർണ്ണമായും ബോളിവുഡ് ലോകത്തിൽ നിന്നും അപ്രത്യക്ഷയായത്. മമതയുടെ വരവിന് ശേഷം അധികം താമസിയാതെ വിക്കി ഗോസ്വാമി ഡ്രഗ് കേസിൽ കുടുങ്ങി. അവന്റെ ശിക്ഷ റദ്ദാക്കാൻ മമത ഒരുപാട് ശ്രമിച്ചു. ഡെത്ത് പെനൽറ്റി ഒഴിവാക്കി. അങ്ങനെ നല്ല നടത്തിപ്പ് കാരണം 8 വർഷത്തിനുള്ളിൽ തന്നെ വിക്കിക്ക് പുറത്തിറങ്ങാനുള്ള ഒരുപാട് സഹായവും അവൾ ചെയ്തു. വിക്കി ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത്, ആ കാലഘട്ടത്തിലെല്ലാം ഡ്രഗ് ബിസിനസിന്റെ മുഴുവൻ കാര്യങ്ങളും മമതയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അവസാനം അവളും വിക്കിയും വിവാഹിതരായി. പിന്നീട് വർഷങ്ങളായി മമതയെക്കുറിച്ച് ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ 2016 വീണ്ടും അവരുടെ പേര് വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മുംബൈ ക്രൈംബ്രാഞ്ച് വിക്കിയോടൊപ്പം മമതയെയും ഒരു വലിയ ഡ്രഗ് റാക്കറ്റ് കേസിൽ അറസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 2000 കോടിയുടെ ബിസിനസ് ആയിരുന്നു അത്. കെനിയയിലെ ഒരു ഡ്രഗ് സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ ഇവരെ കണ്ടതായി പുതിയ തെളിവുകളും പുറത്തു വന്നു. വിക്കിയെ വീണ്ടും അറസ്റ്റ് ചെയ്തപ്പോൾ മമത പിന്നെ മറഞ്ഞുപോയി. മുംബൈയിലെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തു. അവരെ പ്രൊക്ലൈംഡ് ഒഫൻഡർ അഥവാ നിയമപരമായി അഭ്യർത്ഥിത കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരിക്കൽ ബോളിവുഡിലെ തന്നെ ഗ്ലാമർ ക്യൂനായിരുന്ന മമത കുൽക്കർണിയുടെ ജീവിതം വിവാദങ്ങളും കുറ്റാരോപണങ്ങളും നിറഞ്ഞ ഒരു മിസ്റ്ററിയായി തന്നെ മാറി. ആ വാർത്തകൾക്ക് ശേഷം മമത കുൽക്കർണിയെ ആരും തന്നെ കണ്ടില്ല. അവളും പുറം ലോകത്തിലേക്ക് വന്നതുമില്ല. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങളോളം അവൾ പൂർണ്ണമായും അപ്രത്യക്ഷയായി. എല്ലാവരും കരുതിയത് ഇനി ഒരിക്കലും മമത തിരികെ വരില്ല എന്നായിരുന്നു. പക്ഷെ 16 വർഷങ്ങൾക്ക് ശേഷം 2016-17 മമത വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത മമത പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 16 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങളുടെ മുൻപിലെത്തി നേരിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ ജീവിത കഥ തന്നെയായിരുന്നു. എന്നാൽ ആളുകളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയതും മമത പുതിയ രൂപമായിരുന്നു. ഒരു സാധ്വി ലുക്കായിരുന്നു അത്. അഥവാ മമത ആത്മീയ ജീവിതമായിരുന്നു സ്വീകരിച്ചത്. ആ ഇന്റർവ്യൂവിൽ മമത പറഞ്ഞത്, ഞാൻ ബോളിവുഡിലേക്ക് വരാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ 16 വർഷം ധ്യാനത്തിലായിരുന്നു. ഇപ്പോഴാണ് ഒരു മനസ്സമാധാനം ലഭിച്ചത്. വിക്കി ഗോസ്വാമിയുമായുള്ള ബന്ധം, ഡ്രഗ് കേസുകൾ, ഇവയെക്കുറിച്ചൊക്കെ മമത പറഞ്ഞത് എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അവൾ തൻ്റെ ഈ ആത്മീയ കഥയെ ഓട്ടോബയോഗ്രാഫി ഓഫ് യോഗി എന്ന പുസ്തകത്തിലും തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പലർക്കും ഒരു സംശയമായിരുന്നു, ഈ ഒരു സാധ്യരൂപം അവളെടുത്തതിന് പിന്നിൽ ഇനി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമോ? ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും വിക്കിയുമായുള്ള ബന്ധം നിഷേധിക്കുവാനുമാണെന്നാണ് പലരും കരുതിയത്. സത്യത്തിൽ മമത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായതിനാൽ ആത്മീയത അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിയമപ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആത്മീയത ഒരു മുഖമൂടിയായി ഉപയോഗിച്ചതാണ് എന്നും പലരും അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ മമത കുൽക്കർണി കെനിയയിലാണ് താമസം. അവൾക്ക് മുംബൈയിലേക്ക് തിരികെ വരാൻ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ അവർക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ബോളിവുഡിന്റെ ഗ്ലാമർ ക്യൂനായിരുന്ന മമത കുൽക്കർണിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു മാറിമറിഞ്ഞത്. ഒരു സിനിമാ താരത്തിൽ നിന്നും ഒരു വിവാദ പ്രതിയായി അവസാനം ആത്മീയ വഴിയിലേക്ക് മാറിയ ഒരു സ്ത്രീയായി മാറി. അവൾക്ക് കഴിവും സൗന്ദര്യവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ തെറ്റായ ബന്ധങ്ങളും വിവാദങ്ങളും അവളുടെ കരിയറിനെ പൂർണ്ണമായും തകർത്തു. അതായത് മമത കുൽക്കർണിയുടെ യാത്ര ബോളിവുഡ് സെൻസേഷൻ മുതൽ ഒരു സാധ്വരയായി. മനുഷ്യന് സൗന്ദര്യവും പ്രശസ്തിയും പണവും ഒക്കെ കിട്ടിയാലും അതിനെ നയിക്കാനുള്ള വിനയം, ധൈര്യം, ധാർമ്മികത ഇതില്ലെങ്കിൽ ആ വിജയം അങ്ങനെ ദീർഘകാലം നീണ്ടു നിൽക്കുകയൊന്നും ഇല്ല. മമത കുൽക്കർണിയുടെ ഈ ഒരു ജീവിത കഥ നമ്മെ പഠിപ്പിക്കുന്നതും ജീവിതത്തിലെ തെറ്റായ ബന്ധങ്ങളും അതിശയോക്തിയായ അഭിമാനവും വേഗത്തിൽ പ്രശസ്തി പിടിച്ചുപറ്റാനുള്ള ആഗ്രഹവും എങ്ങനെ ഒരാളുടെ ഭാവി തകർക്കുമെന്ന് തന്നെയാണ്. അവർക്ക് തീർച്ചയായും കഴിവും സൗന്ദര്യവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ തെറ്റായ ആളുകളുടെ വഴി തിരഞ്ഞെടുത്തു. അതാണ് അവരുടെ വീഴ്ചയ്ക്കും കാരണമായി മാറിയത്. ഈ ഒരു ജീവിത കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠമുണ്ട്. വിജയം നേടുന്നത് എളുപ്പമാകാം, പക്ഷേ അതിനെ നിലനിർത്താൻ ശുദ്ധമായ മനസ്സും ശരിയായ വഴിയും വേണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ലൈക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ജീവിത കഥയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമന്റിൽ പറഞ്ഞാൽ മതി. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.